നെക്സ്റ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് എൻഡെനിഫിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണത്. ആദ്യം നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നോക്കാം. തിയറീസ് ഓഫ് എൻഡെനിഫിറ്റി, അതായത് എൻഡെനിഫിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വംശീയതയുടെ സിദ്ധാന്തങ്ങൾ. വംശീയതയുടെ സിദ്ധാന്തങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പ്രധാനമായും 3 രീതിയിലാണ് വംശീയതയുടെ സിദ്ധാന്തങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. അങ്ങനെ 3 രീതിയിലാണ് ഈ എൻഡെനിഫിറ്റിയുടെ സിദ്ധാന്തങ്ങളെ, വംശീയതയുടെ സിദ്ധാന്തങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ടും സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇതുകൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത്? നമുക്ക് ഓരോ പോയിന്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറീസ് ഓഫ് എൻഡെനിഫിറ്റി അതിൽ 3 പോയിന്റ്സ് ആണുള്ളത്. പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇൻസ്ട്രുമെൻ്റ് ഓഫ് സ്കൂൾ ഓഫ് തോട്ടും സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും. നമുക്കറിയാം പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ ആദിമ ചിന്താധാര എന്ന് പറയും. ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള, ഉപകരണപരമായിട്ടുള്ള അഥവാ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട്. അതേപോലെ തന്നെ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞാൽ സാഹചര്യപരമായ ആദിമ ചിന്താധാര, സിറ്റുവേറ്റീവ് ആയിട്ടുള്ള ആദിമ ചിന്താധാര. അതിൽ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിയറീസ് ഓഫ് എൻഡെനിഫിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും തിയറീസ് ഓഫ് എൻഡെനിഫിറ്റി 3 പോയിന്റ്സുകളാണുള്ളത്. പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. ഇങ്ങനെ 3 പോയിന്റ്സുകളാണുള്ളത്. അതിലെ ഫസ്റ്റ് പോയിന്റാണ് നമ്മൾ പറയുന്നത് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. അതോടെ ശ്രദ്ധിക്കുക, പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ the primordialist school believes that എൻഡെനിഫിറ്റി ഈസ് innate. അതായത് പ്രീമോർഡിയൽ സ്കൂൾ ബിലീവ്സ് ദാറ്റ് എൻഡെനിഫിറ്റി ഈസ് innate എന്ന് പറയുന്നത് വംശീയത എന്നത് സ്വതസിദ്ധമാണെന്നാണ് പ്രീമോർഡിയൽ സ്കൂൾ വിശ്വസിക്കുന്നത്. ആദിമ വിദ്യാലയം എന്ന് പറയും. ആദിമ ചിന്താധാരയാണ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞ ആദിമ ചിന്താധാര. ഈ ആദിമ ചിന്താധാര അഥവാ ആദിമ സ്കൂൾ, അതായത് പ്രീമോർഡിയൽ സ്കൂൾ വിശ്വസിക്കുന്നത് എന്താണ്? വംശീയത എന്നത് സ്വതസിദ്ധമാണ്, ഇനേറ്റാണ്. ഇനേറ്റ് പറഞ്ഞാൽ എന്താ? സ്വന്തമായി ലഭ്യമാകുന്നതാണ്. സ്വന്തമായി വംശീയത എന്ന് പറയുന്നത് അത് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ്. ആ വംശം, ഈ വംശം, അങ്ങനെ. അപ്പോൾ എപ്പോഴും വംശീയത എന്ന് പറയുന്നത്, എൻഡെനിഫിറ്റി എന്ന് പറയുന്നത് ഇനേറ്റ് ആണ് എന്നാണ് ആര് വിശ്വസിക്കുന്നത്? പ്രീമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട് വിശ്വസിക്കുന്നത്. എൻഡെനിഫിറ്റി ഈസ് ദ ഫിക്സഡ് ഓർ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സ്ഥിരമായ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന സ്വഭാവമാണ് വംശീയത. എൻഡെനിഫിറ്റി ഈസ് ദ ഫിക്സഡ് ഓർ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി. വ്യക്തികളുടെയും കമ്മ്യൂണിറ്റിയുടെയും ഒരു ഫിക്സഡ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് വംശീയത. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒരു ഫിക്സഡായി നൽകിയിരിക്കുന്ന ക്യാരക്ടറിനെയാണ് എന്ത് പറയുന്നത്? എൻഡെനിഫിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻഡെനിഫിറ്റി എന്ന് പറയുന്നത് അതായത് അതെങ്ങനെയുള്ളതാണ്? നമ്മളുടെ എൻഡെനിഫിറ്റി എന്നത് സ്വതസിദ്ധമാണ്, ഇനേറ്റാണ്. വംശീയത എന്നത് സ്വതസിദ്ധമാണ് എന്നാണ് ഏത് വിശ്വസിക്കുന്നത്? പ്രീമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ എൻഡെനിഫിറ്റി ഈസ് ദ ഫിക്സഡ് ഓർ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ വ്യക്തികളുടെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെയും സ്ഥിരമായി നൽകിയിരിക്കുന്ന, ഫിക്സഡായി നൽകിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് വംശീയത. And then it is achieved through birth. It is permanent and cannot be changed. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്?
ഇറ്റ് ബിലീവ്സ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് അസ്ക്രിപ്റ്റീവ്. അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് വംശീയത ഒരു ലിഖിത സ്വഭാവമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ലിഖിതം പറഞ്ഞാൽ എഴുതപ്പെട്ട സ്വഭാവമാണ്. എൻഡിനിഫിറ്റി ഈസ് അസ്ക്രിപ്റ്റീവ്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ബർത്ത്. ഇറ്റ് ഈസ് പെർമനന്റ് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. മാത്രമല്ല ഇത് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ബർത്ത്, ജനനത്തിലൂടെയാണ് ഇത് നേടുന്നത്. വംശീയത നേടുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ബർത്ത്, ഇത് അച്ചീവ് ചെയ്യുന്നത് ജനനത്തിലൂടെയാണ്. ഇറ്റ് ഈസ് പെർമനന്റ് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇത് ശാശ്വതമാണ്, മാറ്റാൻ കഴിയില്ല. അപ്പൊ വംശീയത എന്ന് പറയുന്നത് ജനനത്തിലൂടെ നേടുന്നതാണ്. അതുകൊണ്ടാണ് സ്വതസിദ്ധമാണ്, ഇനേറ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല അത് സമൂഹത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് ലിഖിതമാണ്, എഴുതപ്പെട്ടതാണ്, ജനനത്തിലൂടെയാണ് ഇത് നേടുന്നത്. ഇത് മാത്രമല്ല ഇത് ശാശ്വതമാണ്, ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല. കനോട്ട് ബി ചേഞ്ച്ഡ്. The identity or ethnic identity goes with the primordial attachment to a group. അതേപോലെ തന്നെ വംശീയത അല്ലെങ്കിൽ വംശീയ സ്വത്വം ഒരു ഗ്രൂപ്പിനോടുള്ള ആളുകളുടെ ആദിമ ബന്ധവുമായി പോകുന്നു. The identity or the ethnic identity goes with the primordial attachment to a group. അതായത് എൻഡിനിഫിറ്റി എന്ത് ചെയ്യുന്നു? Identity or the ethnic identity goes with her primordial attachment. ഒരു ആദിമ ബന്ധവുമായി നിലനിൽക്കുന്ന ഒന്നാണ് ഏത്? എൻഡിനിഫിറ്റി. അപ്പൊ എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആദിമ ബന്ധവുമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഇത് സ്വതസിദ്ധമാണ്, ഇത് ലിഖിതമാണ്, ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻഡിനിഫിറ്റി ഓർ എൻഡിനിക് ഐഡന്റിറ്റി ഗോസ് വിത്ത് ദ പ്രിമോർഡിയൽ അറ്റാച്ച്മെന്റ് ടു എ ഗ്രൂപ്പ്. അതായത് ഇത് ആദിമ ഗ്രൂപ്പായിട്ടാണ് നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ ഷിൽസ്, ഗാസ്ലർ, അതേപോലെ തന്നെ മോഹിനാൻ, അതേപോലെ റക്സ് ആർ സം ഓഫ് ദ സ്കോളേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഹു ബിലീവ്ഡ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് എ പ്രിമോർഡിയൽ ഫിനോമിനൻ. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഷിൽസ്, ഗ്ലേസറെ, മോഹിഹാൻ, റസ്ക് എന്നിവരെ സംബന്ധിച്ചിടത്തോളം ഷിൽസ്, ഗ്ലേസർ, Moynihan, Rex are some of the scholars associated with the school of thought believe the endinifity is a primordial phenomenon. അതായത് ഷിൽഫും ഗ്ലേസറും മോയിനാനും റസ്കൊക്കെ സംബന്ധിച്ചിടത്തോളം വംശീയത എന്നത് വസ്തുനിഷ്ഠമായ സാംസ്കാരിക പ്രാദേശിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിൽഫും ഗ്ലേസറും മോയിനാനും റക്സൊക്കെ എന്താണ് പറയുന്നത്? എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് ഒരു പ്രീമോർഡിക്കൽ ഫിനോമിനൻ ആണ്. വംശീയത എന്ന് പറയുന്നത് ഒരു ആദിമ പ്രതിഭാസമാണ് എന്നാണ് ആര് പറയുന്നത്? ഷിൽഫും ഗ്ലേസറും അതേപോലെ തന്നെ മോയിനാനും റസ്കൊക്കെ പറയുന്നത് എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് ഒരു ആദിമ ചിന്താധാരയാണ്, പ്രീമോർഡിക്കൽ ഫിനോമിനയാണ്. അത് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് വസ്തുനിഷ്ഠമായ സാംസ്കാരിക പ്രാദേശിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. അത് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ പ്രീമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിമ ചിന്താധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് സ്വതസിദ്ധമാണ് എന്നാണ് ഏത് ചിന്തിക്കുന്നത്? ആദിമ ചിന്താധാര ചിന്തിക്കുന്നത്, പ്രീമോർഡിക്കൽ സ്കൂൾ ചിന്തിക്കുന്നത്. അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല, അത് സ്വതസിദ്ധമാണ്, ജന്മത്തിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്, അത് ശാശ്വതമാണ്. മാത്രമല്ല അത് പിന്നെന്താണ്, അത്
ആദിമ ബന്ധങ്ങളുമായിട്ടാണ് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രിമോർഡിക്കൽ ഫിനോമിനയാണ്, ഒരു ആദിമ പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് ആരൊക്കെയാണ് പറയുന്നത്? ഷിൽഫും ഗ്ലേഫറും മൊയ്ഹാനും റസ്കൊക്കെ എന്താ പറയുന്നത്? എൻതിൽഫിറ്റി എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫും കൂടി നമുക്ക് വേണം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കൂ. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് Edward Shilf in 1957 in his essay on primordial personal sacred and civil tales, some particular observation on the relationship of sociological research theory developed the idea of the primordial. 1957 അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ഷിൽഫ് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ഷിൽഫ് 1957 എഡ്വേർഡ് ഷിൽഫ് പ്രിമോർഡിക്കൽ പേഴ്സൺ ആദിമ വ്യക്തി, സേക്രഡ് ആൻഡ് സിവിൽ ടൈപ്സ് ആദിമ വ്യക്തി, പവിത്രമായ സിവിലായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ 1957 അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ഷിൽഫ് ഈ പ്രിമോർഡിക്കൽ പേഴ്സണെ എങ്ങനെയാണ് പറയുന്നത്? അത് സേക്രഡ് ആണ്, സിവിലാണ്. അതേപോലെ തന്നെ സം പാർട്ടിക്കുലർ ഒബ്സർവേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജിക്കൽ റിസർച്ച് തിയറി സമൂഹശാസ്ത്ര ഗവേഷണ സിദ്ധാന്തത്തിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രത്യേക നിരീക്ഷണങ്ങൾ എന്ന തന്റെ ഉപന്യാസത്തിൽ അദ്ദേഹം ഈ ആശയം വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ഷിൽഫ് 1957 പ്രിമോർഡിയൽ പേഴ്സണൽ സേക്രഡ് ആൻഡ് സിവിൽ ടെയിൽസ് അതായത് ആദിമ വ്യക്തി വിശുദ്ധവും സിവിലുമായിട്ടുള്ള ഈ ആദിമ വ്യക്തിയെ കുറിച്ച് ഏതിൽ പറഞ്ഞു എന്നാ പറയുന്നത്? അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ റിസർച്ച് തിയറിയിൽ അതിനെക്കുറിച്ച് വിശദീകരണം നടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1957 അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ഷില്ല് ഈ പ്രിമോർഡിയൽ പേഴ്സണെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കായിട്ടുള്ള സോഷ്യോളജിക്കൽ റിസർച്ച് തിയറിയിൽ ആരെക്കുറിച്ച് പറഞ്ഞു? ഈ പ്രിമോർഡിക്കൽ പേഴ്സണെ കുറിച്ച് വ്യക്തമാക്കി. ആദിമ മനുഷ്യനെ കുറിച്ച്, അവരുടെ പവിത്രതയെക്കുറിച്ചും സിവിൽപരമായ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമാക്കി. അതേപോലെ തന്നെ he looked into different kind of social bond between members in modern society. ആധുനിക സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത തരം സാമൂഹിക ബന്ധങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. അങ്ങനെ he looked into different kind of social bond between members in modern society. ആധുനിക സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത തരം സാമൂഹിക ബന്ധങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയും അങ്ങനെ ആധുനിക സമൂഹങ്ങളിലെ പൊതു സിവിൽ ബന്ധങ്ങളുടെ കുടുംബം, ഫാമിലി, റിലീജിയൻ, അതേപോലെ തന്നെ റേഷ്യൽ ഗ്രൂപ്പുകൾ എന്നിവയിൽ നിലനിൽക്കുന്ന ആദിമ ബന്ധങ്ങളെയും ഷിൽഫ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമായിട്ടുള്ള സോഷ്യോളജിക്കൽ റിസർച്ച് തിയറിയിൽ അദ്ദേഹം പ്രിമോർഡിക്കൽ തിയറിയെ വിശദീകരണം നടത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബുക്കിലൂടെ അദ്ദേഹം എന്തൊക്കെയാണ് വിവരിച്ചത്? ഫാമിലിയെ കുറിച്ചും റിലീജിയനെ കുറിച്ചും എന്തനിക് ഗ്രൂപ്പ്, വംശീയ ഗ്രൂപ്പുകളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൽ വിവരണം നടത്തി. അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിലൂടെ ആദിമ ബന്ധങ്ങളെ ഷിൽഫ് പരിശോധിച്ചു. In such kind of ties, the manifestation of such ties occurs in the symbols and ceremonies or occasion. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ അത്തരം ബന്ധങ്ങളുടെ പ്രകടനം ചിഹ്നങ്ങളിലും ചടങ്ങുകളിലും അവസരങ്ങളിലും സംഭവിക്കുന്നു എന്നും ആര് വ്യക്തമാക്കി? ഷിൽഫ് വ്യക്തമാക്കി. ഇൻ സച്ച് കൈൻഡ് ഓഫ് ടൈസ് ദ
മാനിഫെസ്റ്റേഷൻ ഓഫ് സച്ച് ടൈപ്സ് ഒക്കേഴ്സ് ഇൻ ദ സിമ്പിൾ ആൻഡ് സെറിമണീസ് ഓർ ഒക്കേഷൻ. അതായത് ഇത്തരത്തിലുള്ള ഈ കുടുംബപരമായിട്ടും മതപരമായിട്ടും വംശീയപരമായിട്ടുള്ള ഈ ബന്ധങ്ങൾ എന്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം ബന്ധങ്ങളുടെ പ്രകടനം ഏതൊക്കെ കാര്യങ്ങളിൽ കാണപ്പെടാം എന്നാ പറയുന്നത്? സിമ്പലുകളിൽ. സിമ്പൽ പറഞ്ഞാൽ എന്താ? ചിഹ്നങ്ങളിലും, അതേ സെറിമണി പലതരത്തിലുള്ള ചടങ്ങുകളിലും, ഒക്കേഷൻ അവസരങ്ങളിലും സംഭവിക്കുന്നു എന്നും ആര് വ്യക്തമാക്കി? ഷിൽഫ് വ്യക്തമാക്കി. അങ്ങനെ ഷിൽഫിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ആദിമ ബന്ധങ്ങൾ യഥാർത്ഥമോ സാങ്കല്പികമോ ആകാം. അപ്പോൾ ഷിൽഫിനെ സംബന്ധിച്ചിടത്തോളം ആദിമ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഒന്നില്ലെങ്കിൽ അത് ആദിമ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കാം എന്ന റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഇമാജിനറി ആയിരിക്കാം. ഷിൽഫിനെ സംബന്ധിച്ചിടത്തോളം പ്രീമോർഡിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്, പ്രീമോർഡിക്കൽ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഇമാജിനറി സാങ്കല്പികമാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതിനെയാണ് പ്രീമോർഡിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടാണ് പരിശോധിക്കാനുള്ളത്. അത് നമുക്ക് എന്തായെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് എൻഡിനിഫിറ്റിയിലെ പ്രീമോർഡിയലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് ആദ്യകാല ചിന്താധാരയാണ് പറഞ്ഞു കഴിഞ്ഞത്. അതിലെ ഫസ്റ്റും സെക്കൻഡും പാരഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ തന്നെ തേർഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പേജ് നമ്പർ 177, 177 പേജിലായിരിക്കും അതിൻ്റെ തേർഡ് പാരഗ്രാഫ് ഉണ്ടായിരിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആവുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ പാരഗ്രാഫും എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഫസ്റ്റും സെക്കൻഡും നമ്മൾ അനലൈസ് ചെയ്തു. തേർഡ് പാരഗ്രാഫിലേക്കാണ് കിടക്കുന്നത്. ദ ഐഡിയ ഓഫ് പ്രീമോർഡിയലിസം വാസ് ഫർദർ ഡെവലപ്ഡ് ബൈ ദ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ക്ലിഫോർഡ് ഗേർട്ടസ്. ഹി ഹോൾഡ് ദാറ്റ്. അതായത് അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റായ ക്ലിഫോർഡ് ഗേർട്ടസ് പ്രീമോർഡിയലിസം എന്ന ആശയം കൂടുതൽ ഡെവലപ്പ് ചെയ്തു, കൂടുതൽ അതിനെ ഡെവലപ്പ് ചെയ്തു, വികസിപ്പിച്ചു. അതെങ്ങനെയാണ് വികസിപ്പിച്ചത് എന്നാണ് താഴെ പറയുന്നത്, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലിഫോർഡ് ഗേർട്ടസ് പ്രീമോർഡിയലിസം എന്ന ഐഡിയോളജിയെ, ആശയത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്തു. ദ പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് മീൻസ് സംതിങ് ഗിവൺ ഇൻ സച്ച് അറ്റാച്ച്മെൻറ്റ് കൾച്ചർ ഈസ് ഇന്നെവിറ്റബിളി ഇൻവോൾവ്ഡ്. പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്നത് സ്വാഭാവികമായി ലഭിക്കുന്നതാണെന്നാണ് അർത്ഥം. പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് മീൻസ് സംതിങ് ഗിവൺ ഇൻ സച്ച് അറ്റാച്ച്മെൻറ്റ് കൾച്ചർ ഈസ് ഇന്നെവിറ്റബിളി ഇൻവോൾവ്ഡ്. പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്നത് സ്വാഭാവികമായി ലഭിക്കുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ദ സോഷ്യൽ എക്സിസ്റ്റൻസ് ഈസ് ഗിവൺ വിത്ത് continuity and kin connection of the idea of given stems from being born into a particular religious community, speaking a particular language or even a dialect of a language and following particular social practices. അപ്പോൾ ക്ലിഫോർഡ് ഗേർട്ടസിൻ്റെ അഭിപ്രായത്തിൽ പ്രിമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ്, സംതിങ് ഗിവൺ ആണ്, സ്വാഭാവികമായി ലഭിക്കുന്നതാണ് എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ആര് പറയുന്നത്? ക്ലിഫോർഡ് ഗേർട്ടസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ബന്ധങ്ങളിൽ സംസ്കാരം അനിവാര്യമായി ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രീമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് പറഞ്ഞാൽ സംതിങ് ഗിവൺ, സ്വാഭാവികമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ എന്ത് ഉൾക്കൊള്ളിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ സംസ്കാരം അനിവാര്യമായി ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമൂഹിക അസ്തിത്വം തുടർച്ചയോടെയും ബന്ധങ്ങളോടെയും നൽകപ്പെട്ടതാണ്. അതേപോലെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സോഷ്യൽ എക്സിസ്റ്റൻസ് ഈസ് ഗിവൺ വിത്ത് കണ്ടിന്യൂറ്റി ആൻഡ് കിൻ കണക്ഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ഗിവൻ സ്റ്റെംസ്
from being born into a particular religious community, speaking a particular language or even a dialect of a language and following particular social practices. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ സംസ്കാരം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതേപോലെ മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പ്, ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്? മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തുടർച്ചയെയും കണ്ടിന്യൂയിറ്റി പറഞ്ഞാൽ തുടർച്ചയെയും അതേപോലെ തന്നെ ബന്ധങ്ങളോടെയും നൽകപ്പെട്ടതാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ സോഷ്യൽ എക്സിസ്റ്റൻസ് ഗിവൺ വിത്ത് കണ്ടിന്യൂറ്റി ആൻഡ് കിൻ കണക്ഷൻ. അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് തുടർച്ചയുടെയും കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് റിലേഷൻ. അപ്പോൾ ബന്ധങ്ങളോടെയും നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതസമൂഹത്തിൽ ജനിക്കുന്നത്, ഒരു നിർദ്ദിഷ്ട ഭാഷയോ പ്രാദേശിക ഭാഷയെയോ സംസാരിക്കുന്നത്, ചില സാമൂഹിക ആചാരങ്ങൾ പാലിക്കുന്നത് എന്നിവയിലൂടെ ഈ സ്വാഭാവികത രൂപപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്തിനുമായി ബന്ധപ്പെട്ടതാണ്? കണ്ടിന്യൂറ്റി, തുടർച്ചയെയും രക്തബന്ധത്തെയും ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ സാമൂഹിക നിലനിൽപ്പ് എന്ന് പറയുന്നത് തുടർച്ചയെയും ബന്ധങ്ങളോടെയും നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതസമൂഹത്തിൽ ജനിക്കുന്നത്, ഒരു നിർദ്ദിഷ്ട ഭാഷയോ ഒരു പ്രാദേശിക ഭാഷയോ സംസാരിക്കുന്നത്, ചില ആചാരങ്ങൾ പാലിക്കുന്നത്, ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് പറയാം? പ്രിമോർഡിയൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിക്കുക, ഒരു നിർദ്ദിഷ്ട ഭാഷ, അതേപോലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദിഷ്ട ഭാഷ അതല്ലെങ്കിൽ പ്രാദേശിക ഭാഷ കൈകാര്യം ചെയ്യുന്നത്, ചില സോഷ്യൽ കസ്റ്റം സാമൂഹിക ആചാരങ്ങൾ പാലിക്കുന്നത്, ഇതൊക്കെ എന്താണ്? പ്രിമോർഡിയൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതേപോലെ തന്നെ ദീസ് congruence of blood, speech, custom and so on are seen to be inevitable. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺഗ്രുയിറ്റീവ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തബന്ധം, അതേപോലെ സ്പീച്ച് ഭാഷ, പിന്നെ കസ്റ്റം ആചാരം, കൾച്ചർ സംസ്കാരം എന്നിവ ഈ സാമ്യങ്ങൾ അനിവാര്യമായതായാണ് കണക്കാക്കുന്നത്. അപ്പോൾ പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റിൽ എന്തെല്ലാം ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്? ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കാം, സ്പീച്ച് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ആചാരങ്ങൾ ഉണ്ടായിരിക്കും. ഇവയൊക്കെ ഒരുപോലെ വരുമ്പോഴാണ് അതിനെ ഏതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ്, ആധുനിക ചിന്താവാദം. അപ്പോൾ ഇവയെല്ലാം ഒരേ രീതിയിൽ ഒരേപോലെ ഫോളോ ചെയ്യുന്നവരേനെയാണ് എന്ത് പറയുന്നത്? പ്രീമോർഡിക്കൽ തോട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ആചാരങ്ങളും ഭാഷയും ബ്ലഡ് റിലേഷനും തുടങ്ങിയൊക്കെ എങ്ങനെയാണ് ഒരുപോലത്തെ രീതിയിൽ ഫോളോ ചെയ്യുമ്പോഴാണ് അതൊരു പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻ്റ് ആകുന്നത്. അതേപോലെ ദ പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ഷേപ്പ് ദ ഐഡൻറ്റിഫൈ. അതേപോലെ പിന്നെ എന്താണ്? പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ഷേപ്പ് ദ ഐഡൻറ്റിഫൈ. അതായത് ഇത്തരത്തിലുള്ള പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ഒരു വ്യക്തിയുടെ തിരിച്ചറിയലിനെ രൂപപ്പെടുത്തുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ഒരു വ്യക്തിയുടെ തിരിച്ചറിയലിനെയാണ് രൂപപ്പെടുത്തുന്നത്. ഏതൊക്കെ? ബ്ലഡ്. ഒരു വ്യക്തിയെ തിരിച്ചറിയുക എങ്ങനെയാണ്? പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റിലൂടെ ബ്ലഡ് റിലേഷൻ, അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, കസ്റ്റംസ് എന്നിവയൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവയിലൂടെയാണ് ഒരു പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റിലൂടെ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് പ്രീമോർഡിക്കൽ അറ്റാച്ച്മെൻറ്റ് എന്താണ് എന്ന് പറയാനുള്ള കാരണം ഷേപ്പ് ദ ഐഡൻറ്റിഫൈ, തിരിച്ചറിയലിനെ സഹായിക്കുന്നു, ഒരു തിരിച്ചറിയലിനെ രൂപപ്പെടുത്തുന്നു എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? The primordial school of thought thus look endemic bond of primordial, ancient, natural, emotional and given. primordial school of thought പ്രകാരം primordial school of thought
ദസ് ലുക്ക് എന്തനിക് ബോണ്ട് പ്രിമോർഡിയൽ ആൻഷ്യന്റ് നാച്ചുറൽ ഇമോഷണൽ ആൻഡ് ഗിവൺ. അതായത് പ്രിമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം ജാതി എന്തനിക് ബോണ്ട്, എന്തനിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജാതി ബന്ധങ്ങളെ പിന്നെ ആദിമമായതും എന്തനിക് ബോണ്ട് ആസ് എ പ്രിമോർഡിയൽ. എന്തനിക് ബോണ്ട് ആസ് എ പ്രിമോർഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി ബന്ധങ്ങൾ ആദിമമായതും, ആദിമ കാലഘട്ടത്തിലെ ജാതി ബന്ധങ്ങളും പിന്നെന്താണ്? ആൻഷ്യന്റ് പുരാതനവും, അതേപോലെ തന്നെ നാച്ചുറൽ സ്വാഭാവികവും, ഇമോഷണൽ ജന്മനിഷ്ഠവുമാണ്. അതിനാൽ the scientificity is considered of സ്റ്റാറ്റിക് ആൻഡ് നാച്ചുറാലിസ്റ്റിക്. അതുകൊണ്ട് ജാതിയെ ഒരു സ്ഥിരവും മാറ്റമില്ലാത്തതുമായ ഘടകമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടും എൻഡിനിഫിറ്റി ഈസ് കൺസിഡേർഡ് എ സ്റ്റാറ്റിക് ആൻഡ് നാച്ചുറലിസ്റ്റിക്. എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരവും മാറ്റമില്ലാത്ത ഒരു ഘടകമായി കണക്കാക്കുന്നു. ഇപ്പോൾ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം എന്തനിക് ബോണ്ട് പറഞ്ഞാൽ ജാതി ബന്ധങ്ങൾ ആദിമമായും പുരാതനവും സ്വാഭാവികവും ജന്മനിഷ്ഠവുമാണ്. അപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന ജാതി അല്ലെങ്കിൽ ജാതി ബന്ധം എന്ന് പറയുന്നത് ആദിമമായി ഉണ്ടായതും അത് പുരാതനവും സ്വാഭാവികവും ജന്മനിഷ്ഠവുമാണ്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? എൻഡിനിഫിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റാറ്റിക് ആൻഡ് നാച്ചുറലിസ്റ്റിക് എന്ന് പറയാനുള്ള കാരണം അതായത് ജാതിയെ ഒരു സ്ഥിരവും മാറ്റമില്ലാത്തതുമായ ഘടകമായി കണക്കാക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പോയിൻ്റായിട്ടുള്ള പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വ്യക്തമാക്കാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട്. എന്താണ് ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, ഇൻസ്ട്രുമെൻ്റൽ നല്ല ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്നാട്ടോ, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്താണ്? ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ. അതായത് ഇൻസ്ട്രുമെൻ്റൽ സ്കൂൾ ഓഫ് തോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ലുക്ക് അറ്റ് endinifity not in terms of the primordial qualities, but they consider endinifity to be socially and politically considered over time. അതായത് ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ജാതിയെ എൻഡിനിഫിറ്റിയെ പ്രീമോർഡിയൽ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നില്ല. The instrumentalist look at endinifity not in terms of the primordial quality, but considered endinifity to be socially and politically constructed over time. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എൻഡിനിഫിറ്റിയെ പ്രീമോർഡിയൽ ക്വാളിറ്റിയെ ബേസ് ചെയ്ത് നോക്കുന്നില്ല, കണക്കാക്കുന്നില്ല. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എൻഡിനിഫിറ്റിയെ അഥവാ ജാതിയെ എങ്ങനെ പരിഗണിക്കുന്നില്ല? പ്രീമോർഡിയൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അവ ജാതിയെ സാമൂഹികമായിട്ടും എൻഡിനിഫിറ്റി ടു ബി സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ് ഓവർ ടൈം. അവർ ജാതിയെ സാമൂഹികമായും രാഷ്ട്രീയമായും നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എൻഡിനിഫിറ്റിയെ എങ്ങനെ കാണുന്നില്ല? അതായത് പ്രീമോർഡിയൽ ക്വാളിറ്റി ആയിട്ട് എൻഡിനിഫിറ്റിയെ കണക്കാക്കുന്നില്ല. പിന്നെ എങ്ങനെ കണക്കാക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്? എൻഡിനിഫിറ്റി ടു ബി സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ് ഓവർ ടൈം. സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എൻഡിനിഫിറ്റിയെ എങ്ങനെ പരിഗണിക്കുന്നില്ല? പ്രീമോർഡിയൽ ക്വാളിറ്റി ആയിട്ട് എൻഡിനിഫിറ്റിയെ പരിഗണിക്കുന്നില്ല. അതിനെ പരിഗണിക്കുന്നത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള നിലയിലാണ്. എൻഡിനിഫിറ്റി ഈസ് എ നെസസറി ഇൻസ്ട്രുമെൻ്റ് ഇൻ അച്ചീവിങ് സർട്ടൻ ഗോൾ. അതേപോലെ തന്നെ എൻഡിനിഫിറ്റിക്ക് വിവിധ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. എൻഡിനിഫിറ്റി ഈസ് എ നെസസറി ഇൻസ്ട്രുമെൻ്റ് ഇൻ അച്ചീവിങ് സർട്ടൻ ഗോൾ. അതായത് ജാതി എന്ന് പറയുന്നത് വിവിധ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നാണ് വിശ്വസിക്കുന്നത്.
അപ്പം അല്ലാതെ പീരിയോഡിക്കൽ ക്വാളിറ്റീസ് ഏതിൽ വരുന്നില്ല, എൻഡെനിഫിറ്റിയിൽ വരുന്നില്ല. അത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജാതി വിവിധ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപാധി മാത്രമായാണ് വിശ്വസിക്കുന്നത്. എൻഡെനിഫിറ്റി ഈസ് എ നെസസറി ഇൻസ്ട്രുമെന്റ് ഇൻ അച്ചീവിങ് സർട്ടേൺ ഗോൾ. സർട്ടേൺ ഗോൾ എന്ന് പറഞ്ഞാൽ ജാതി വിവിധ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഏതിനെ കാണുന്നത്, ജാതിയെ കണക്കാക്കുന്നത്. The instrumentalists treat endemicity as the social, political and cultural resource for different interest group. അതേപോലെ തന്നെ ജാതി എന്നത്, എൻഡെനിഫിറ്റി എന്നത് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സാണ്. അപ്പോൾ എൻഡെനിഫിറ്റി അഥവാ ജാതി എന്നത് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സാണ്, ഒരു സ്രോതസ്സാണ് എന്ന് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വാദിക്കുന്നു. അപ്പോൾ എൻഡെനിഫിറ്റി എന്ന് പറയുന്നത്, ജാതി എന്നത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറായിട്ടുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു റിസോഴ്സാണ്, സ്രോതസ്സാണ് എന്ന് ആര് വിശ്വസിക്കുന്നു? ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ വാദിക്കുന്നു. അതല്ലാതെ പീരിയോഡിയലിസ്റ്റിക്കിൻ്റെ ഒരു പ്രിമോർഡിയൽ ക്വാളിറ്റി ഏതിലില്ല? ഈ ഒരു എൻഡെനിഫിറ്റിയിലില്ല. പ്രിമോർഡിയൽ ക്വാളിറ്റി എന്തിലില്ല? എൻഡെനിഫിറ്റിയിലില്ല. എൻഡെനിഫിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ് എന്നാ പറയുന്നത്? പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും കൾച്ചറായിട്ടും അതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഘടകം മാത്രമാണ് എന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ എൻഡെനിഫിറ്റി. അപ്പോൾ അതേപോലെ തന്നെ പോൾ ബ്രാഫ്, ടെഡ് ഗേർ and Abner Gon are some scholars who belong to this school of thought. അതേപോലെ തന്നെ പോൾ ബ്രാഫും ടെഡ് ഗേറും അബ്നർ കോണും തുടങ്ങിയവരാണ് ഈ ചിന്താശാഖയുടെ, ഇൻസ്ട്രുമെന്റലിസ്റ്റ് ചിന്താശാഖയുടെ പ്രഗത്ഭ പണ്ഡിതരായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒപ്പീനിയൻ ഇത്രയേ ഉള്ളൂ. എൻഡെനിഫിറ്റിയെ അവർ ഒരിക്കലും ഒരു പ്രീമോഡ്രിയലിസ്റ്റിക് ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നില്ല. വെറും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറായിട്ടുള്ള ഒരു ഫോഴ്സ് മാത്രമായിട്ടാണ് എൻഡെനിഫിറ്റിയെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചില വിവിധ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് ഇത് നിലനിൽക്കുന്നത് എന്നാണ് ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ എൻഡെനിഫിറ്റിയെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത കൊണ്ടുവന്നത് ആരൊക്കെയാണ്? പോൾ ബ്രാഫും ടെഡ് ഗേറും അബ്നർ കോണുമാണ് ഈ ഒരു ചിന്തയ്ക്ക് രൂപം കൊടുത്തത്. അതേപോലെ തന്നെ as mentioned for the instrumentalist, endemicity of is a constructed by the elites of a particular group for certain interest of the group. Since endemicity is a construction, the endemic boundaries become flexible and changing over time. അതായത് ഇൻസ്ട്രുമെന്റലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ, ആസ് മെൻഷൻ ഫോർ ദ ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ endemicity is a construction constructed by the elites of a particular group for certain interest of the group. ജാതിക്കൂട്ടത്തിലെ നേതാക്കളാൽ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെടുന്നതാണ്. ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി ഗ്രൂപ്പുകൾ, എൻഡെനിക് ഗ്രൂപ്പുകൾ നിർമ്മിച്ചതാണ് എൻഡെനിഫിറ്റി. ആസ് മെൻഷൻഡ് ഫോർ ഇൻസ്ട്രുമെന്റലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എൻഡെനിഫിറ്റി എന്ന് പറയുന്നത്, എൻഡെനിഫിറ്റിയുടെ ഗ്രൂപ്പിലെ നേതാക്കൾ ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് രൂപീകരിച്ചിട്ടുള്ളത്, എൻഡെനിഫിറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആസ് മെൻഷൻഡ് ഫോർ ഇൻസ്ട്രുമെന്റലിസ്റ്റ്, എൻഡെനിഫിറ്റി ഈസ് എ കൺസ്ട്രക്ഷൻ constructed by the elite of a particular group for certain interest of the group. അതായത് ഈ
എന്തനിഫിറ്റി ഈസ് എ കൺസ്ട്രക്റ്റഡ് ബൈ ദ എലൈറ്റ് ഓഫ് എ പാർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ ജാതി കൂട്ടത്തിലെ നേതാക്കളാൽ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഏത് ഈ എന്തനിഫിറ്റി. Since endinifity is a construction that endinic boundary become flexible and changing over time. അതുകൊണ്ട് തന്നെ ജാതി മാറ്റം വരുത്താവുന്നതും സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യപ്പെടാവുന്നതുമാണ്, രൂപപ്പെടുത്താവുന്നതുമാണ്. അതുകൊണ്ട് ജാതി എന്ന് പറയുന്നത് മാറ്റം വരുത്താവുന്നതുമാണ്, സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, രൂപപ്പെടുത്താവുന്നതുമാണ്. അതിനാൽ എന്തനിക് ബൗണ്ടറി ജാതി അതിരുകൾ എങ്ങനെയാണ് എന്ന് പറയും, ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ ചേഞ്ചിങ് ഓവർ ടൈം. ജാതി എന്ന് പറയുന്നത് എന്തനിക് ബൗണ്ടറി പറഞ്ഞാൽ എന്താണ്, ജാതി അതിരുകൾ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഫ്ലെക്സിബിൾ ആണ്. അതായത് അത് ഫ്ലെക്സിബിളുമാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ്, എപ്പോഴും ചേഞ്ചിങ് ഓവർ ടൈം, എപ്പോഴും മാറ്റം ചെയ്യപ്പെടാവുന്നതുമാണ്. ജാതി മാറ്റം വരുത്താവുന്നതും സാഹചര്യം അനുസരിച്ച് ജാതി എന്തനിഫിറ്റി കൺസ്ട്രക്ട് ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് എന്തനിക് ബൗണ്ടറി എന്ന് പറയുന്നത് ഫ്ലെക്സിബിളുമാണ്. അതേപോലെ തന്നെ അത് ചേഞ്ചിങ് ഓവർ ടൈം, അത് മാറ്റം ചെയ്യപ്പെടാവുന്നതുമാണ്. ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. തേർഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. തേർഡ് പാരഗ്രാഫ് വരെ മതി കേട്ടോ. Paul Brass argues that the cultural forms, values and the practices of ethnic groups become political resources for elite in competition for political power and economic advantages. Paul Brass mentioned അഥവാ argues that പോൾ ബ്രാസ് വാദിക്കുന്നു. എന്താണ് പോൾ ബ്രാസ് വാദിക്കുന്നത്? കൾച്ചറൽ ഫോംസ്, വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് എന്തനിക് ഗ്രൂപ്പ് ബിക്കം പൊളിറ്റിക്കൽ റിസോഴ്സസ് ഫോർ എലൈറ്റ്സ് ഇൻ കോമ്പറ്റീഷൻ ഫോർ പൊളിറ്റിക്കൽ പവർ ആൻഡ് എക്കണോമിക് അഡ്വാൻറ്റേജ്. അതായത് എന്തനിഫിറ്റിക്കുള്ളിലെ സാംസ്കാരിക രൂപങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നേതാക്കൾ ഉപകരണങ്ങളാക്കുന്നു, ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നു. ഇപ്പോൾ പോൾ ബ്രാസ് പറയാണ്, ഈ എന്തനിഫിറ്റിക്കുള്ളിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ, കൾച്ചറൽ ഫോം സാംസ്കാരിക രൂപങ്ങൾ, വാല്യൂസ് മൂല്യങ്ങൾ, പിന്നെന്താണ് ആചാരങ്ങൾ, പ്രാക്ടീസസ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള എന്നിവ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപകരണങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തനിഫിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജാതിക്കുള്ളിലെ, അപ്പോൾ ആ ജാതിക്കുള്ളിലെ സാംസ്കാരിക മൂല്യങ്ങളെയും ആചാരങ്ങളെയും അതേപോലെ തന്നെ സാംസ്കാരിക രൂപങ്ങളെയും മൂല്യങ്ങളെയും ആചാരങ്ങളെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് നേതാക്കന്മാർ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നു എന്നാണ് ആര് പറയുന്നത്, പോൾ ബ്രാസ് വാദിക്കുന്നത്. പോൾ ബ്രാസ് argues that cultural forms, values and the practices of ethnic group become political resource for elite in competition for political power and economic advantage. അതായത് ജാതിക്കുള്ളിലെ സാംസ്കാരിക രൂപങ്ങളെയും കൾച്ചറൽ ഫോംസിനെയും വാല്യൂസിനെയും പ്രാക്ടീസസിനെയും പൊളിറ്റിക്കൽ എയിംസിന് വേണ്ടി നേതാക്കന്മാർ ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നു എന്നാണ് പോൾ ബ്രാസ് പറയുന്നത്. They become symbol and reference for the identification of members of the group, which are called up in order to create a political identity more easily. They become symbol and reference for the identification of members of the group, which are called up in order to create a political identity more easily. അവ ചിഹ്നങ്ങളാലും സിംബൽസുകളായാലും ഐഡന്റിഫിക്കലായും മാറി അംഗങ്ങളെ ഏകോപിപ്പിക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഗ്രൂപ്പുകളായി മത്സരിക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ജാതിക്കുള്ളിലുള്ള എന്തനിഫിറ്റിക്കുള്ളിലുള്ള സാംസ്കാരിക മൂല്യങ്ങളും രൂപങ്ങളും ആചാരങ്ങളൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നേതാക്കന്മാർ ഉപകരിക്കുന്നു. അത് അവരെങ്ങനെ ഉപയോഗിക്കുന്നു, സിംബലുകളായിട്ടും ഐഡൻറ്റിഫിക്കേഷനായിട്ടും അതേപോലെ തന്നെ
അതേപോലെ അവർക്ക് വേണ്ട അവരുടെ അംഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് കൂട്ടങ്ങളായി മത്സരിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനു ഫിറ്റി അതായത് ജാതീയമായിട്ടുള്ള കാര്യങ്ങളെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയ ഇൻസ്ട്രുമെന്റ്സ് രാഷ്ട്രീയ ഉപകരണത്തിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ഇൻസ്ട്രുമെന്റ് സ്കൂൾ ഓഫ് തോട്ടിൽ പോൾ ബ്രാക്സ് വ്യക്തമാക്കുന്നത്. അപ്പോൾ പോൾ ബ്രാക്സ് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ്? എൻഡെനിഫിറ്റിക്കുള്ളിലെ സാംസ്കാരിക രൂപങ്ങളും മൂല്യങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നേതാക്കൾ ഉപകരണങ്ങളാക്കുന്നത്. അതിലൂടെ അവർ ചിഹ്നങ്ങളാലും ഐഡന്റിഫിക്കേഷനിലൂടെയും മെമ്പേഴ്സിനെ കോർഡിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂട്ടമായി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നു? എൻഡെനിഫിറ്റി ഉപയോഗിക്കുന്നു. ഈ ചിന്തയെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് തേർഡ് പോയിന്റാണ്. തേർഡ് പോയിന്റിൽ എടുക്കാനുള്ളത് സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് എന്ന ടോപ്പിക്കാണ്. അതെന്തായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. നമ്മൾ ഫസ്റ്റ് 2 പോയിന്റ്സും അനലൈസ് ചെയ്തു. പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും എന്താ എന്ന് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റ് ആണ് തിയറീസ് ഓഫ് എൻഡെനിഫിറ്റിയിലെ തേർഡ് പോയിന്റ്സ് ആണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. എന്താണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നും നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക. സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സാഹചര്യ സമീപനം, അതായത് സിറ്റുവേറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ പ്രകടമാകുന്നത്. സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച്, സാഹചര്യ ആദിമ സമീപനം എന്ന് നമുക്കതിനെ വിശദീകരിക്കാം. അപ്പോൾ ആരാണ് അത് അനലൈസ് ചെയ്തിരിക്കുന്നതെന്നും എന്താണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച്. ദ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എക്സാമിൻ ബോത്ത് ദ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് എൻഡെനിഫിറ്റി. അതായത് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എക്സാമിൻ ബോത്ത് സ്കൂൾ ഓഫ് തോട്ട് ഓഫ് എൻഡെനിഫിറ്റി. പ്രീമോർഡിയലിസ്റ്റ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് ജാതി സംബന്ധമായ 2 ചിന്താശാഖകളെയുമാണ് അവിടെ പരിശോധിക്കുന്നത്. ദ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എക്സാമിൻ ബോത്ത് ദ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് എൻഡെനിഫിറ്റി. എൻഡെനിഫിറ്റി മീൻസ് ജാതിപരമായ. അപ്പോൾ ജാതിപരമായിട്ടുള്ള 2 തോട്ടുകളെ കുറിച്ചാണ് ഏത് എക്സാമിൻ നടത്തുന്നത്? സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിക് അപ്രോച്ച് പരിശോധന നടത്തുന്നത്. ദ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എക്സാമിൻ ബോത്ത് ദ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് എൻഡെനിഫിറ്റി. ജാതി സംബന്ധമായിട്ടുള്ള 2 സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ചാണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് എക്സാമിൻ ചെയ്യുന്നത്. This approach claims that primordialist and instrumentalist approach raise many questions but do not answer them in the present global scenario. അതായത് ദിസ് അപ്രോച്ച്, ഏത് സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച്, ഈ ഒരു സമീപനം പ്രീമോർഡിയലിസ്റ്റിനെയും അതേപോലെ തന്നെ ഈ പ്രീമോർഡിയലിസ്റ്റിനെയും ഇൻസ്ട്രുമെന്റലിസ്റ്റുകൾ സ്കൂൾ ഓഫ് തോട്ടിനെയും ക്രിറ്റിഫൈ ചെയ്യുക, ഇവയെ രണ്ടിനെയും കുറിച്ച് എന്ത് ചെയ്യാണ്? പരിശോധന നടത്തുന്നതാണ് ഏത്? സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, സാഹചര്യ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് ഏതിനെ കുറിച്ചാണ് പരിശോധന നടത്തുന്നത്? ആദ്യത്തെ 2 സ്കൂൾ ഓഫ് തോട്ടിനെയും.
ഏതൊക്കെ? പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെയും ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെയും ക്രിറ്റിസൈസ് ചെയ്യുക, വിമർശിക്കുകയും അതിനോടൊപ്പം ഇവ രണ്ടും പരിശോധന നടത്തുകയുമാണ് ഏത് ചെയ്യുന്നത്? സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ചെയ്യുന്നത്. അപ്പോൾ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്തിനൊക്കെയാണ് പരിശോധന നടത്തുന്നത്? അതായത് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെയും ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെയും ആണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നത്. അത് പ്രകാരം എന്താണ് ആ പരിശോധനയിലൂടെ അവിടെ വ്യക്തമാക്കുന്നത്? അതായത് raise many questions but do not answer them in the present global scenario. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് പറയുന്നു. അതായത് പ്രീമോർഡിയലിസ്റ്റും അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റും ഇവയിൽ രണ്ടിലും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഗ്ലോബൽ തലത്തിൽ അവയ്ക്ക് എന്ത് കിട്ടുന്നില്ല? ആൻസർ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് ഏതിനെയാണ് പരിശോധന നടത്തുന്നത്? ആദ്യത്തെ 2 പോയിന്റുകളെയും പരിശോധന നടത്തുന്നു. പക്ഷേ ആ പരിശോധനയിൽ ഈ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും ഇവയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും ആഗോള സാഹചര്യത്തിൽ ഗ്ലോബൽ ലെവലിൽ ഇവയ്ക്ക് എന്ത് നൽകാൻ കഴിയുന്നില്ല? മറുപടി നൽകുന്നില്ല. ഇപ്പോൾ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂള് ഇതിനെ രണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? പരിശോധന നടത്തുന്നത്. എന്നിട്ട് നിരവധി ചോദ്യങ്ങൾ ഇതിൽ രണ്ടിലും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇതിനൊന്നുള്ള ഉത്തരം ഈ 2 എണ്ണത്തിനും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ കാർസ്റ്റൻ വിലാൻഡ് ഇൻ ഈസ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് സിറ്റിസൺ ദ അതർ 2 അപ്രോച്ച് വിച്ച് എഗ്രി ദാറ്റ് കാർസ്റ്റർ വൈലാൻഡ് തൻ്റെ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിൽ ഈ 2 സമീപനങ്ങളും തമ്മിൽ ഏതാനും കാര്യങ്ങളിൽ പൊരുത്തപ്പെടുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. കാർസ്റ്റൻ വീലാൻഡ് അല്ല വൈലാൻഡ് നാട്ടോ, സോറി. കാർസ്റ്റൻ വൈലാൻഡ് ഇനി സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് ക്രിറ്റിസൈസ് the other 2 approach which agree that. അപ്പോൾ കാർസ്റ്റൻ വൈലാൻഡ് അദ്ദേഹത്തിൻ്റെതാണ് ഏത് അപ്രോച്ച്? സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ചിൽ ഈ സമീപനത്തിൽ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സമീപനത്തിൽ ഇവ രണ്ടും പൊരുത്തപ്പെടുന്നുണ്ട്. ഈ സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട് ഇത് ആരാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? കാർസ്റ്റൻ വൈലാൻഡ്. കാർസ്റ്റൻ അതേപോലെ തന്നെ വൈലാൻഡ്. ഇദ്ദേഹം ഈ കാർസ്റ്റൻ വൈലാൻഡ് ആണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആദ്യം അദ്ദേഹം ഈ 2 പോയിന്റിനെയും പരിശോധന നടത്തിയിട്ട് പറയുകയാണ് ഇതിൽ രണ്ടിലും ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഉത്തരം കൊടുക്കുക ഈ 2 പോയിന്റിനും കഴിയുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ ഈ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ ചില കാര്യങ്ങളൊക്കെ ഈ 2ലും പറയുന്നതുമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പൊരുത്തപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റിക് അപ്രോച്ചിൽ ഏതുമായി പൊരുത്തപ്പെടുന്നുണ്ട്? ആദ്യത്തെ 2 പോയിന്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൊരുത്തപ്പെടൽ കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ടു ബി മെൻഷൻഡ് ദാറ്റ് ദ above 2 approach agreeing in some point that ethnicity is a process of group formation. അതേപോലെ തന്നെ അവർ എൻഡിനിസിറ്റിയെ ജാതിയെ ഒരു കൂട്ടം രൂപീകരിക്കുന്ന പ്രോസസ്സായിട്ട് കാണുന്നു. അവർ കാസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത് എന്നാ പറയുന്നത്? ഒരു ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അവർ കാസ്റ്റിനെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ Christian Wieland in his situative primordialist approach criticized the other 2 approach which agree that it is to be mentioned that the above 2 approach agreeing in some point that ethnicity is a
പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 2 അപ്രോച്ചുകളും എങ്ങനെയാണ് ജാതിയെ കണക്കാക്കുന്നത്? ഈ ആദ്യത്തെ 2 അപ്രോച്ചുകളും ജാതിയെ ഒരു ഗ്രൂപ്പായി രൂപീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ക്രിസ്റ്റ്യൻ വൈലാൻഡ് ഇതിനെ രണ്ടിനെയും വിമർശിക്കുകയാണ്. ഇത് രണ്ടും എന്തിന് ഫിറ്റിയെ എന്തായിട്ടാണ് കാണുന്നത്? ഒരു ഗ്രൂപ്പ് പ്രോസസ്സായിട്ട്, പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ, ഒരു ഗ്രൂപ്പ് പ്രോസസ്സായിട്ടാണ് ആദ്യത്തെ 2 അപ്രോച്ചുകളും എന്തിനെ കാണുന്നത്? എന്തിന് ഫിറ്റിയെ കാണുന്നത്. The primordialist considered entity as given, natural and objective, and hence ethnic group is a solid unit, but Wieland in his approach take ethnicity as an independent variable in comparative politics. അതേപോലെ തന്നെ പ്രീമോഡിയലിസ്റ്റുകൾ ജാതിയിൽ നൽകപ്പെട്ടത് എന്തൊക്കെയാണ്? നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്. The primordialist considered entity as given, natural and objective, and hence ethnic group is a solid unit, but Wieland in his approach take entity as an independent. അതായത് പ്രീമോഡിയലിസ്റ്റുകൾ എൻഡിനിഫിറ്റിയെ നൽകപ്പെട്ടത് നേച്ചറായിട്ടും ഒബ്ജക്റ്റീവായിട്ടുമാണ്. ആദ്യത്തെ പോയിന്റാണ് പ്രീമോഡിയലിസ്റ്റ്. ആ പ്രീമോഡിയലിസ്റ്റുകൾ ജാതിയെ കണക്കാക്കിയത് ഏതൊക്കെ രീതിയിലാണ്? നേച്ചറായിട്ടും അതേപോലെ തന്നെ പിന്നെന്തായിട്ടാണ്? ഒബ്ജക്റ്റീവ് കാരണം വസ്തുനിഷ്ഠമായിട്ടുമാണ് പ്രീമോഡിയലിസ്റ്റുകൾ എന്തിനിഫിറ്റിയെ കണക്കാക്കിയിരുന്നത്. എന്നാൽ അപ്പോൾ പ്രീമോഡിയലിസ്റ്റുകൾ എന്തിനിഫിറ്റിയെ എങ്ങനെ കൺസിഡർ ചെയ്തത്? നേച്ചറായിട്ടും ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ദ പ്രീമോഡിയലിസ്റ്റ് കൺസിഡർഡ് എന്തിനിഫിറ്റി ഗിവൺ നാച്ചുറൽ ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് ഹെൻസ് എന്തനിക് ഗ്രൂപ്പ് ഈസ് എ സോളിഡ് യൂണിറ്റ്, ബട്ട് വൈലാൻഡ് ഇൻ ഈസ് അപ്രോച്ച് ടേക്ക് എന്തിനിഫിറ്റി ആസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ കമ്പാരറ്റീവ് പൊളിറ്റിക്സ്. എന്നാൽ വൈലാൻഡ് പൊളിറ്റിക്സിനെ വിശകലനം ചെയ്യുമ്പോൾ ജാതിയെ ഒരു സ്വതന്ത്ര ഘടകമായി കാണുന്നു. പ്രീമോഡിയലിസ്റ്റ് എന്തിനിഫിറ്റിയെ എന്തായിട്ടാണ് കാണുന്നത്? നാച്ചുറലായിട്ടും ഒബ്ജക്റ്റ് ആയിട്ടുമാണ് കാണുന്നതെങ്കിൽ വൈലാൻഡ് അതായത് കാർസ്റ്റൻ വൈലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ കാർസ്റ്റൻ വൈലാൻഡ് പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിനിഫിറ്റി ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടറാണ്. ജാതി ഒരു സ്വതന്ത്ര ഘടകമായിട്ടാണ് കാർസ്റ്റൻ വൈലാൻഡ് എന്തിനെ വിശകലനം ചെയ്യുന്നത്? പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ കാർസ്റ്റൻ വൈലാൻഡ് പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് അതൊരു ഇൻഡിപെൻഡന്റ് ഘടകമായിട്ടാണ്. അപ്പോൾ കാർസ്റ്റൻ വൈലാൻഡ് പൊളിറ്റിക്സിനെ വിശകലനം ചെയ്യുമ്പോൾ ജാതി എങ്ങനെയായിട്ട് കണക്കാക്കപ്പെടുന്നു? ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടറായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വൈലാൻഡിന്റെ അഭിപ്രായത്തിൽ ജാതി അധിഷ്ഠിത ഘടകങ്ങൾ രാഷ്ട്രീയ ഫലങ്ങളെ സ്വതന്ത്രമായി സ്വാധീനിക്കുന്നു. അക്കോർഡിംഗ് ടു ഹിം എന്തനിക് ഫാക്ടേഴ്സ് ഇൻഡിപെൻഡന്റ്ലി ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ ഔട്ട്കംസ്. അതായത് എന്താണ്? വൈലാൻഡിന്റെ അഭിപ്രായത്തില് ജാതി അധിഷ്ഠിത ഘടകങ്ങൾ എന്തനിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജാതി അധിഷ്ഠിത ഘടകങ്ങൾ പൊളിറ്റിക്കൽ ഔട്ട്കമ്മിനെ രാഷ്ട്രീയ ഫലങ്ങളെ എന്തായി കാണുന്നു? സ്വതന്ത്രമായി സ്വാധീനിക്കുന്നു. അപ്പോൾ ജാതി അധിഷ്ഠിത ഘടകങ്ങൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ എങ്ങനെ കാണുന്നു എന്നാണ് പറയുന്നത്? സ്വതന്ത്രമായി സ്വാധീനിക്കുന്നു. ഇതാണ് അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരാനുള്ളത്. അടുത്തത് നമുക്ക് അതിൻ്റെ തന്നെ സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും എന്തായെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റുവേറ്റീവ് പ്രീമോഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിലെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് അതിൽ 3 പാരഗ്രാഫാണ് ഉള്ളത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 178, 178
അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും 3 പാരഗ്രാഫായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് ടീച്ചർ പറഞ്ഞത്. ഇനി സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആ 3 പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആയിട്ടും അതേപോലെ തന്നെ 4 മാർക്സിനും 8 മാർക്സിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിലെ 3 പാരഗ്രാഫ് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇത് ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിലെ സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഴുതി ഇട്ടിട്ടില്ല, ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാരയാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. വോയിസ് കേൾക്കുമ്പോഴും റെക്കോർഡ് കാണുമ്പോഴും നിങ്ങൾ ബുക്ക് കയ്യിൽ വെച്ചിട്ട് മെറ്റീരിയൽ കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മൾ ഇനി സിറ്റുവേറ്റീവ് പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിലെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് ഓൺ ദ അതർ ഹാൻഡ് കൺസിഡർ എൻഡിനിഫിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് എൻഡിനിഫിറ്റിയെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് ഓൺ ദ അതർ ഹാൻഡ് കൺസിഡർഡ് എൻഡിനിഫിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സമീപനം കാഫ്റ്റിനെ എന്തായിട്ടാണ് കാണുന്നത്? കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മിതി. അപ്പോൾ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് കാഫ്റ്റിനെ എങ്ങനെ കാണുന്നു? ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് കൺസ്ട്രക്റ്റഡ് ബൈ ദ എലൈറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ്? ഇത് വിഷയാത്മകമാണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താണ്? ഇത് വിഷയപരവും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ മാറി വരുന്നതുമാണ്. കൂടാതെ എലൈറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, കൂടാതെ ഇത് ഒരു കൂട്ടം തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. ബൈ ദ എലൈറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് ഓൺ ദ അതർ ഹാൻഡ് കൺസിഡർ എൻഡിനിഫിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അപ്രോച്ച് കാഫ്റ്റിനെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് കാണുന്നു. ഇതൊരു സബ്ജക്റ്റീവും ആണ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. അതേപോലെ ഇത് സബ്ജക്റ്റീവും ആണ്, ഫ്ലെക്സിബിളും ആണ്. അതേപോലെ തന്നെ ഇത് കമ്മ്യൂണിറ്റിയാണ് ഇത് നിർമ്മിക്കുന്നത്. The endenic group is also an interest group, but Wayland hold the view that an endenic group endenicity are the product of exterior influences. അതായത് എൻഡിനിക് ഗ്രൂപ്പ് ജാതി ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ ജാതിയെയും എൻഡിനിക് ഗ്രൂപ്പ് ഈസ് ആൾസോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ബട്ട് വൈലാൻഡ് ഹോൾഡ് ദ വ്യൂ ദാറ്റ് ആൻ എൻഡിനിക് ഗ്രൂപ്പ് ആൻഡ് എൻഡിനിഫിറ്റി ആർ ദ പ്രോഡക്റ്റ് ഓഫ് എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസസ് എന്നാണ് പറയണത്. അതായത് ജാതി ഗ്രൂപ്പിനെയും ജാതിയെയും ഒരു താല്പര്യ കൂട്ടമായി കാണുമ്പോൾ ജാതി ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ ജാതിയെയും എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇൻട്രസ്റ്റിംഗ്, അതായത് ജാതി ഗ്രൂപ്പിനെയും ജാതിയെയും ഒരു താല്പര്യ കൂട്ടമായിട്ട് കാണുമ്പോൾ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ വൈലാൻഡ് അവയെ സ്വാധീനങ്ങളുടെ ഫലമായി കാണുന്നു. അപ്പോൾ എൻഡിനിക് ഗ്രൂപ്പ് ഈസ് ആൾസോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ബട്ട് വൈലാൻഡ് ഹോൾഡ് ദ വ്യൂ ദാറ്റ് ആൻ എൻഡിനിക് ഗ്രൂപ്പ് ആൻഡ് എൻഡിനിഫിറ്റി ആർ ദ പ്രോഡക്റ്റ് ഓഫ് എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസസ്. ജാതി ഗ്രൂപ്പിനെയും ജാതിയെയും ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ വൈലാൻഡ് അവയെ പുറം സ്വാധീനങ്ങളുടെ ഫലമായി കാണുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻഡിനിക് ഗ്രൂപ്പിനെയും എൻഡിനിഫിറ്റിയെയും ജാതി ഗ്രൂപ്പിനെയും ജാതിയെയും ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പായി കാണുമ്പോൾ വൈലാൻഡ് അവയെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? പുറം സ്വാധീനങ്ങളുടെ അതായത് ഒരു പുറം എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസസ്. എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം സ്വാധീനങ്ങളുടെ ഫലമായി കാണുന്നു. അവ ആദ്യം ആശ്രിതങ്ങളായിരുന്നാലും ഒരിക്കൽ രൂപപ്പെട്ടാൽ അവർ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വതന്ത്രമായി സ്വാധീനിക്കുന്നു. അതെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇതൊക്കെ ഈ എൻഡിനിക് ഗ്രൂപ്പ് ആയാലും എൻഡിനിഫിറ്റി ആയാലും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഒരു ആശ്രിത വേരിയബിൾ ആണെങ്കിൽ പോലും അവ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ സ്വതന്ത്രമായി സ്വാധീനിക്കുന്നു. ദേ ആർ
dependent variable, but as soon as they one formed, they independently influence the decision making process. ഇതൊരു ഇതെങ്ങനത്തെ ഒരു ആശ്രിത ഗ്രൂപ്പായെങ്കിൽ പോലും ഇവയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. They are dependent variable, but as soon as they one formed, they independently influence the decision making process. ഇവയൊക്കെ ഈ എൻഡിനിക് ഗ്രൂപ്പ് ആണെങ്കിലും എൻഡിനിഫിറ്റി ആണെങ്കിലും അതൊക്കെ ഒരു ആശ്രിത ഗ്രൂപ്പുകളാണ്. അവയൊക്കെ ആശ്രിതങ്ങളായി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയാലും അവയൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിലെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തേർഡ് പാരഗ്രാഫിലേക്ക് പോവാം. ഇനിയാണ് ശരിക്കും ഈ സിറ്റുവേറ്റീവ് പ്രീമോറിയൽ അപ്രോച്ചിലൂടെ ഈ കാർസ്റ്റൺ വൈലാൻഡ് ഏതിനെ വിമർശിക്കുന്നത്? ഈ രണ്ടെണ്ണത്തിനെയും വിമർശിക്കുന്നത്. പ്രീമോറിയൽ സ്കൂൾ ഓഫ് തോട്ടിനെയും ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെയും മൂന്നാമത്തെ പാരഗ്രാഫിലൂടെയാണ് കാർസ്റ്റൺ വൈലാൻഡ് എന്ത് ചെയ്യുന്നത്? ക്രിറ്റിസൈസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കോളൂ. ക്രിറ്റിസൈസിങ് ദീസ് ടു അപ്രോച്ച്, Weiland argues that as primordialistic considered ethnic group as natural and ethnic identity as fixed, they do not prove their assumption. വൈലാൻഡ് ഈ രണ്ട് അപ്രോച്ചുകളെയും എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. പ്രീമോഡിയലിസ്റ്റുകൾ ജാതി കൂട്ടങ്ങളെ സ്വാഭാവികമായും ജാതി ഐഡന്റിറ്റിയെ സ്ഥിരമായും കാണുന്നുവെങ്കിൽ അവർ ഇത് തെളിയിക്കാനാകുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ക്രിറ്റിസൈസിങ് ദീസ് ടു അപ്രോച്ച്, ഈ രണ്ട് അപ്രോച്ചുകളെയും വൈലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട്. ക്രിറ്റിസൈസിങ് ദീസ് ടു അപ്രോച്ച്, വൈലാൻഡ് ആർഗ്യൂസ് ദാറ്റ് പ്രീമോഡിയലിസ്റ്റ് കൺസിഡർഡ് എത്നിക് ഗ്രൂപ്പ് ആൻഡ് group of natural and ethnic identity as fixed, they do not prove their assumption. അപ്പോൾ വൈലാൻഡ് ഈ രണ്ട് സമീപനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പ്രീമോഡിയലിസ്റ്റുകൾ ജാതി ഗ്രൂപ്പുകളെ സ്വാഭാവികമായും ജാതി ഐഡന്റിറ്റിയെ സ്ഥിരമായും കാണുന്നുവെങ്കിലും അത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അത് തെളിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ വൈലാൻഡ് ഈ രണ്ട് അപ്രോച്ചിനെയും വിമർശിക്കുന്നുണ്ട്. പിന്നീട് പറയുകയാണ്, പ്രീമോഡിയലിസ്റ്റ് കൺസിഡർഡ് എത്നിക് ഗ്രൂപ്പ് ആസ് നാച്ചുറൽ, പ്രീമോഡിയലിസ്റ്റുകൾ ജാതി കൂട്ടങ്ങളെ നാച്ചുറലായിട്ടും ജാതിയെ എന്തായിട്ട് ഐഡന്റിറ്റി ആയിട്ടും സ്ഥിരമായിട്ടും കാണുന്നുണ്ടെങ്കിലും അവയൊന്നും പ്രൂവ് ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല, അതൊന്നും തെളിയിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല, പ്രീമോഡിയലിസ്റ്റ് അപ്രോച്ചിന് കഴിയുന്നില്ല. They are unable to explain why some ethnic group decay, some reappear, some merge and how now identity is formed. അതെ, എന്തുകൊണ്ട് ചില ജാതി ഗ്രൂപ്പുകൾ ഇല്ലാതാകുന്നു, ചിലത് പുനരാവിഷ്കൃതമാകുന്നു, ഐഡന്റിറ്റി എങ്ങനെ രൂപപ്പെടുന്നു എന്നിവ ഇവർ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പ്രീമോഡിയലിസ്റ്റുകൾ എത്നിക് ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ ജാതി കൂട്ടങ്ങളെയും ജാതിയെയും ഒക്കെ സ്വാഭാവികമായും സ്ഥിരമായും ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും പ്രൂവ് ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല, പ്രീമോഡിയലിസ്റ്റ് അപ്രോച്ചുകൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല പിന്നെ ദേ ആർ അണേബിൾ ടു എക്സ്പ്ലെയിൻ വൈ സം എത്നിക് ഗ്രൂപ്പ് ഡീകേ, സം റീഅപ്പിയർ, സം മേർജ് ആൻഡ് ഹൗ നൗ ഐഡന്റിറ്റി ഈസ് ഫോംഡ്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ചില ജാതി ഗ്രൂപ്പുകൾ ഇല്ലാതാകുന്നു, ചിലത് റീഅപ്പിയർ, ചിലത് പുനരാവിഷ്കൃതമാകുന്നു, ഐഡന്റിറ്റി എങ്ങനെ രൂപപ്പെടുന്നു ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല, പ്രീമോഡിയലിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ല. ആൻഡ് ദെൻ they are also unable to explain why some ethnic characteristics are more important than others and why some ethnic group fight each other and others cooperate. അതേപോലെ തന്നെ കൂടാതെ ചില ജാതി സ്വഭാവ ലക്ഷണങ്ങൾ മറ്റവയേക്കാൾ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്, ചില ജാതികൾ ഏറ്റുമുട്ടുകയും ചില ജാതികൾ സഹകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും വ്യക്തമാക്കാൻ ഏതിനു കഴിയുന്നില്ല, പ്രീമോഡിയലിസ്റ്റിക് അപ്രോച്ചിന് സാധിക്കുന്നില്ല. They are also unable to explain why some ethnic characteristics are more important than others, why some ethnic group fight each other and others cooperate. അതായത്
എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൂടാതെ ചില ജാതി സ്വഭാവ ലക്ഷണങ്ങൾ മറ്റവയേക്കാൾ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? ചില ജാതികൾ കോപ്പറേറ്റ് ചെയ്യുകയും സഹകരിക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്നും വ്യക്തമാക്കാൻ ഏതിന് കഴിയുന്നില്ല? പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിന് സാധിക്കുന്നില്ല. അപ്പോൾ പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിന് അതായത് ജാതി ഗ്രൂപ്പുകളെ സ്വാഭാവികമായും അതിൻ്റെ ഐഡൻറ്റിറ്റി സ്ഥിരമായും കാണുന്നുണ്ടെങ്കിലും അതൊന്നും പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല അത് എന്തുകൊണ്ട് ചില ജാതി ഗ്രൂപ്പുകൾ ഇല്ലാതാകുന്നു, ചിലത് പുനരാവിഷ്കൃതമാകുന്നു, ഐഡന്റിറ്റി എങ്ങനെ രൂപപ്പെടുന്നു എന്നൊന്നും വിശദീകരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിന് കഴിയുന്നില്ല. അതേപോലെ തന്നെ ജാതി സ്വഭാവ ലക്ഷണങ്ങൾ മറ്റേക്കാൾ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണ്? ചില ജാതികൾ ഏറ്റുമുട്ടുന്നു, ചില ജാതികൾ സഹകരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാൻ ഏതിന് കഴിയുന്നില്ല എന്നാ പറയുന്നത്? പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിന് കഴിയുന്നില്ല എന്നാണ് ഏതിലൂടെ പറയുന്നത്? സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ചിലൂടെ വൈലാൻഡ് ഏതിനെ വിമർശിക്കുന്നത്? പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിനെ വിമർശിക്കുന്നത്. അതേപോലെ തന്നെ വൈലാൻഡ് ഹാസ് ആൾസോ ക്രിറ്റിസൈസ്ഡ് ഇൻസ്ട്രുമെന്റലിസ്റ്റ് because they do not explain how the ethnicity is socio-politically constructed and what is the force operating within the ethnicity that the pupil can be mobilized based on the ethnic factor and they may be ready to die for their culture and ethnic origin. അതേപോലെ തന്നെ പിന്നെ വൈലാൻഡ് ഏതിനെയാണ് വിമർശിക്കുന്നത്? ഇൻസ്ട്രുമെന്റലിസ്റ്റുകളെ. വൈലാൻഡ് ഹാസ് ആൾസോ ക്രിറ്റിസൈസ്ഡ് ഇൻസ്ട്രുമെന്റലിസ്റ്റുകളെയും അദ്ദേഹം വിമർശിക്കുന്നു. വൈലാൻഡ് ഹാസ് ആൾസോ ക്രിറ്റിസൈസ്ഡ്. അപ്പോൾ വൈലാൻഡ് ഈ ഒരു പാരഗ്രാഫിൽ ആദ്യം പ്രീമോർഡിയലിസ്റ്റിനെയാണ് ക്രിറ്റിസൈസ് ചെയ്തത്. അതിനുശേഷം വൈലാൻഡ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റലിസ്റ്റിനെയും ആര് വിമർശിക്കുന്നുണ്ട്? വൈലാൻഡ് വിമർശിക്കുന്നുണ്ട്. ഇനി അതിന്റെ കാരണം എന്താ പറയുന്നത്? Wayland has also criticized instrumentalists because they do not explain how the ethnicity is socio-politically constructed and what is the force operating within ethnicity that the pupil can be mobilized based on ethnic factor and that may be ready to die for their culture and ethnic origin. അപ്പോൾ എന്താണ് പിന്നീട് പറയുന്നത്? ഇൻസ്ട്രുമെന്റലിസ്റ്റുകളെയും അദ്ദേഹം വിമർശിക്കുന്നു. കാരണം അവർ ജാതി ഐഡന്റിറ്റി സോഷ്യൽ, പൊളിറ്റിക്കൽ, സാമൂഹ്യ, രാഷ്ട്രീയമായി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതും അതിനുള്ള പ്രേരക ശക്തി എന്താണെന്നും വ്യക്തമാക്കുന്നില്ല. ആളുകൾ എങ്ങനെ ജാതിയെ ആശ്രയിച്ച് പ്രേരിക്കപ്പെടുന്നു, സംസ്കാരത്തിൻ്റെയും ജാതി മൂല്യത്തിൻ്റെയും പേരിൽ ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് വൈലാൻഡ് ഏതിനെയാണ് വിമർശിക്കുന്നത്? രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ചിനെയാണ് വിമർശിക്കുന്നത്. വിമർശിക്കാനുള്ള കാരണം എന്താണ്? ഈ ഇൻസ്ട്രുമെന്റലിസ്റ്റ് അപ്രോച്ച് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നില്ല? ഇൻസ്ട്രുമെന്റലിസ്റ്റ് ബിക്കോസ് ദേ ഡു നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദ എത്നിസിറ്റി ഈസ് സോഷ്യോ പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ്. ജാതി ഐഡന്റിറ്റി സാമൂഹ്യ രാഷ്ട്രീയമായി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതും അതായത് ജാതി ഐഡന്റിറ്റി എങ്ങനെ, അതായത് എന്താ പറയുന്നത്? എത്നിസിറ്റി ഈസ് സോഷ്യോ പൊളിറ്റിക്കൽ കൺസ്ട്രക്റ്റഡ്. ജാതി ഐഡന്റിറ്റി സാമൂഹ്യ രാഷ്ട്രീയമായി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതും വാട്ട് ഈസ് ദ ഫോഴ്സിങ് ഓപ്പറേറ്റിംഗ്, അതിനുള്ള പ്രേരക ശക്തി, അതിൻ്റെ പ്രേരണ എന്താണെന്നും വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല that the pupil can be mobilized based on ethnic factor and they may be ready to die for their culture and ethnic origin. അതേപോലെ തന്നെ ആളുകൾ എങ്ങനെ ജാതിയെ ആശ്രയിച്ച് പ്രേരിക്കപ്പെടുന്നു, സംസ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ജാതി മൂല്യത്തിൻ്റെയും പേരിൽ ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്നു തുടങ്ങിയ കാര്യങ്ങളും അവർ അവിടെ എന്ത് ചെയ്യുന്നില്ല? വിശദീകരിക്കുന്നില്ല. അപ്പോൾ വൈലാൻഡ് ക്രഫ്റ്റിൽ ഏതിനെയും വിമർശിക്കുന്നുണ്ട്? ഈ ഇൻസ്ട്രുമെന്റൽ സ്കൂൾ ഓഫ് തോട്ടിനെയും ആര് വിമർശിക്കുന്നുണ്ട്? വൈലാൻഡ് ക്രഫ്റ്റൽ വൈലാൻഡ് വിമർശിക്കുന്നുണ്ട് കേട്ടോ. ഏത് രീതിയിലാണ് വിമർശനം നടക്കുന്നത്? അതായത്
എൻഡിനിഫിറ്റിയുടെ ഐഡന്റിറ്റി സാമൂഹ്യ രാഷ്ട്രീയമായി എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നും അതിനുള്ള പ്രേരക ശക്തി, അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണെന്നും വ്യക്തമാക്കുന്നില്ല. ആളുകൾ എങ്ങനെ ജാതിയെ ആശ്രയിച്ച് പ്രേരിക്കപ്പെടുന്നു, സംസ്കാരത്തിൻ്റെയും ജാതി മൂല്യത്തിൻ്റെയും പേരിൽ ജീവൻ നൽകാൻ പോലും ആളുകൾ തയ്യാറാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. അപ്പോൾ ജാതിയുമായിട്ട് ആളുകളുടെ ആ ഒരു പ്രേരക ശക്തി എന്താണെന്നും ജാതിക്ക് വേണ്ടി ആളുകൾ ജീവൻ പോലും തയ്യാറാകുന്നുണ്ട്, പക്ഷെ അതൊന്നും ഏതിൽ പറയുന്നില്ല എന്നാ പറയുന്നത്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നില്ല എന്നാണ് വൈലാൻഡ് ഏതിനെ വിമർശിക്കുന്നത്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ വിമർശിക്കുന്നത്. അടുത്തതായിട്ട് പറയാണ്, വൈലാൻഡ് ഹാസ് ക്രിറ്റിക്കലി റെസ്പോണ്ടഡ് ടു പ്രീമോർഡിയൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച് ടു എൻഡിനിഫിറ്റി. വൈലാൻഡ് പ്രീമോർഡിയൽ ഇൻസ്ട്രുമെന്റൽ സമീപനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ഏതിന് രൂപം കൊടുത്തത്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ വൈലാൻഡ് ഹാസ് ക്രിറ്റിക്കലി റെസ്പോണ്ടഡ് ടു ദ പ്രീമോർഡിയൽ ഇൻസ്ട്രുമെന്റ് അപ്രോച്ച് ടു എൻഡിനിഫിറ്റി. ഈ ഹാസ് ഡെവലപ്ഡ് ഓൺ സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച്. വൈലാൻഡ് പ്രീമോർഡിയൽ അപ്രോച്ചിനെ വിമർശിച്ചുകൊണ്ടാണ് ഏത് ഡെവലപ്പ് ചെയ്തത്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. വൈലാൻഡ് പ്രീമോർഡിയൽ അപ്രോച്ചിനെ ക്രിറ്റിഫൈ ചെയ്തുകൊണ്ടാണ് സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. വൈലാൻഡിൻ്റെയാണ് ഏത്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ സ്കൂൾ ഓഫ് തോട്ട്. ഇത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഏതിനെ വേണ്ടി ക്രിറ്റിഫൈ ചെയ്തിട്ടാ, ഇതിനെ രണ്ടിനെയും വിമർശിക്കുന്നുണ്ട്. കൂടാതെ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ ക്രിറ്റിഫൈ ചെയ്തുകൊണ്ടാണ് വൈലാൻഡ് ഏത് ഡെവലപ്പ് ചെയ്തത്, സിറ്റുവേറ്റീവ് പ്രീമോർഡിയൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. അതേപോലെ തന്നെ വൈലാൻഡ് ആർഗ്യൂസ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് ബോത്ത് എ ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആസ് എക്സ്പ്ലെയിൻഡ് എബവ്. ജാതി ഒരു എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഡിപ്പെൻഡുമാണ് ഇൻഡിപെൻഡന്റുമായിട്ടുള്ളൊരു ഘടകമാണ്. മാത്രമല്ല അതൊരു ആധുനിക സൃഷ്ടി. ഹി ആർഗ്യൂസ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് എ മോഡേൺ ഇൻവെൻഷൻ. വൈലാൻഡ് ആർഗ്യൂ ചെയ്യുന്നു എന്ത്, എൻഡിനിഫിറ്റി ഈസ് എ ബോത്ത് ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ജാതി ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് പറഞ്ഞാൽ എന്താ, ആശ്രിതവും, ഇൻഡിപെൻഡന്റ് പറഞ്ഞാൽ എന്താണ്, സ്വതന്ത്രവുമായ ഘടകമാണ്. വൈലാൻഡ് ആർഗ്യൂസ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് ബോത്ത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഹി ആർഗ്യൂസ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് എ മോഡേൺ ഇൻവെൻഷൻ. അപ്പോൾ എൻഡിനിഫിറ്റി എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത് ഡിപ്പെൻഡും ആണ് ഇൻഡിപെൻഡൻറ്റും ആണ്. കൂടാതെ അത് പിന്നെ അതേപോലെ തന്നെ അതൊരു മോഡേൺ ഇന്നവേഷൻ, ആധുനിക സൃഷ്ടിയാണെന്നും അദ്ദേഹം വാദിക്കുന്നു. ഇപ്പോൾ എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് ഒരു മോഡേൺ ഇന്നവേഷനാണ്, ആധുനിക സൃഷ്ടിയാണെന്നും അദ്ദേഹം വാദിക്കുന്നു. In the formation of ethnic group, selective cultural material are used to generate force into it. ചില പ്രീമോർഡിയൽ ലക്ഷണങ്ങൾ ജാതിയെ രൂപപ്പെടുത്തുന്നതിൽ ഉപയോഗിക്കപ്പെടുമെന്നും ചില പ്രീമോർഡിയലിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹം ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു അതായത് ഇൻ ദ ഫോർമേഷൻ ഓഫ് എത്നിക് ഗ്രൂപ്പ് സെലക്റ്റീവ് കൾച്ചർ മെറ്റീരിയലിസ്റ്റ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഫോഴ്സ് ഇൻ ടു. അതായത് അദ്ദേഹം പറയുകയാണ്, ജാതി രൂപപ്പെടുന്ന പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സാംസ്കാരിക ഘടകങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ എൻഡിനിഫിറ്റി ഫോർമേഷൻ ചെയ്യുന്ന പ്രോസസ്സിൽ സെലക്റ്റീവായിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹി ആർഗ്യൂസ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് എ മോഡേൺ ഇന്നോവേഷൻ. എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആധുനിക സൃഷ്ടിയാണ്. In the formation of ethnic group, selective culture materials are used to generate force into it. അതായത് ചില പ്രീമോർഡിയൽ ജാതി രൂപപ്പെടുന്ന പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സാംസ്കാരിക ഘടകങ്ങൾ ചേർന്നാണ് ഏത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ഈ എൻഡിനിഫിറ്റി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ജാതി രൂപപ്പെടുന്ന പ്രക്രിയയിൽ എൻഡിനിഫിറ്റി ഫോർമേഷൻ ചെയ്യുന്ന പ്രോസസ്സിൽ ചില സെലക്റ്റീവായിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നിർമ്മിക്കപ്പെടുന്നത്.
അപ്പോൾ ജാതി രൂപപ്പെടുന്ന പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാംസ്കാരിക ഘടകങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ he argues that some primordial traits are used to form the ethnicity. ചില പ്രീമോർഡിയൽ ലക്ഷണങ്ങൾ ജാതിയെ രൂപപ്പെടുത്തുന്നതിൽ ഉപയോഗപ്പെടുമെന്നും ചില പ്രീമോർഡിയൽ ലക്ഷണങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ജാതി രൂപപ്പെടുന്നതിൽ ഉൾപ്പെടുമെന്നും. Thus it become dependent on primordialism, but it influenced the society independent of its primordial origin. അതേപോലെ തന്നെ പ്രീമോർഡിയലിന്റെ ഉത്ഭവം സ്വതന്ത്രമായി സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. പ്രീമോർഡിയലിന്റെ ഒറിജിൻ, പ്രീമോർഡിയൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രീമോർഡിയലിന്റെ ഉത്ഭവം ഏതിലെ ഉൾപ്പെടുന്നുണ്ട്? സ്വതന്ത്രമായ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പ്രീമോർഡിയലിന്റെ ഉത്ഭവം എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് സൊസൈറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി ഇൻഡിപെൻഡന്റ്. Thus it become depend on primordialism, but it influence the society independent primordial origin. അതായത് പ്രീമോർഡിയലിന്റെ ഉത്ഭവം സ്വതന്ത്ര സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പാരഗ്രാഫും നന്നായിട്ടും ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തത് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ആൻഡ് എൻഡിനിഫിറ്റി ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ആൻഡ് എൻഡിനിഫിറ്റി, അതായത് എന്താണ്? ജാതിയും അതേപോലെ തന്നെ വംശവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ആൻഡ് എൻഡിനിഫിറ്റി ശ്രദ്ധിച്ചോളൂ. We have seen that race and ethnicity are two different concepts used in social science discourse. അതായത് റേസും എൻഡിനിഫിറ്റിയും സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത ആശയങ്ങളാണ്. We have seen that race and ethnicity are two different concepts used in social science discourse. സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത ആശയങ്ങളാണ് റേസ് ആൻഡ് എൻഡിനിഫിറ്റി. ജാതീയതയും അതല്ലെങ്കിൽ വംശവും ജാതിയും. അപ്പോൾ റേസും എൻഡിനിഫിറ്റിയും സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. Many times both the terms are used interchangeably, but there are some clear distinction found between them. പലപ്പോഴും ഈ പദങ്ങൾ തമ്മിൽ പകരം വെക്കുന്നുണ്ടെങ്കിലും അവ തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. Many time both terms are used interchangeably, but there are some clear distinction found between them. അപ്പോൾ ഞാൻ പറഞ്ഞു സമൂഹശാസ്ത്രത്തിൽ ഈ 2 പദങ്ങളും എപ്പോഴും 2 പദങ്ങളും സമൂഹശാസ്ത്രത്തിൽ 2 വ്യത്യസ്ത ആശയങ്ങളാണ് നൽകുന്നത്. ചിലപ്പോൾ ഈ പദങ്ങൾ തമ്മിൽ പകരം വെക്കുന്നുണ്ടെങ്കിലും അവ തമ്മിൽ എന്തുണ്ട്? വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമൂഹശാസ്ത്രത്തിൽ ഈ 2 പദങ്ങളും വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഒന്നിന് പകരമായിട്ടൊന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവ 2 എന്തുതന്നെയാണ്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. Although both are considered as a social construction in understanding of race, the biological or the physical features are important in understanding ethnicity. The cultural markers are important. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവ 2ഉം സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ്. പക്ഷേ പലപ്പോഴും 2 പദങ്ങളും പരസ്പരം ഒന്നിന് പകരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവ തമ്മിൽ എന്താണ്? വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ although both are considered as a social construction in understanding of race, or the biological or the physical features are important in understanding ethnicity, the cultural markers are important. അതായത് ജാതിയും വംശീയതയും സമൂഹം സൃഷ്ടിച്ച ധാരണകളായിട്ടാണ് കാണപ്പെടുന്നത്.
സമൂഹം സൃഷ്ടിക്കുന്ന ഒരു ധാരണകളായിട്ടാണ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് ഏതിനെ കണക്കാക്കപ്പെടുന്നത്? ജാതിയെയും വംശീയതയെയും കണക്കാക്കുന്നത്. ഓൾദോ ബോത്ത് ആർ കൺസിഡർഡ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ, രണ്ടിനെയും പരിഗണിക്കുന്നത് സമൂഹം സൃഷ്ടിക്കുന്ന, അതായത് രണ്ടിനെയും കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്? സമൂഹം സൃഷ്ടിച്ച ധാരണകളായിട്ടാണ് രണ്ടിനെയും കാണപ്പെടുന്നത്. ഇനി ജാതിയെ മനസ്സിലാക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് റേസ്, ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ ജാതിയെ മനസ്സിലാക്കുമ്പോൾ ജൈവികമായോ ശാരീരികമായോ സവിശേഷതകൾ പ്രധാനമാണ്. അപ്പം ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു സോഷ്യൽ സയൻസിൽ റേസും എൻഡിനിഫിറ്റിയും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയകളാണ്, വ്യത്യസ്തമായ ആശയങ്ങളാണ്. അതേപോലെ ഈ രണ്ട് പദങ്ങളും പരസ്പരം ഒന്നിനു പകരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവ രണ്ടും എന്ത് നിലനിൽക്കുന്നുണ്ട്? ചില വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ജാതിയും വംശീയതയും റേസും അതേപോലെ തന്നെ എൻഡിനിഫിറ്റിയും ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് കാണുന്നത്, ഒരു സാമൂഹിക നിർമ്മിതിയായിട്ടാണ് ഇവയെ രണ്ടിനെയും കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ റേസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ റേസിനെ അഥവാ വംശത്തെ, ഇവിടെ എന്താ പറയുക, ജാതിയും വംശീയതയും എങ്ങനെയാണ് ഒരു സമൂഹം സൃഷ്ടിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ റേസിനെ കണക്കാക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്? ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ റേസിനെ നമ്മൾ കണക്കാക്കുമ്പോൾ അത് ജൈവികമായോ ശാരീരികമായോ തരംതിരിച്ചിട്ടുള്ളതാണ്. എന്നാൽ എൻഡിനിഫിറ്റിയെ മനസ്സിലാക്കുമ്പോൾ അതെന്താണ്? കൾച്ചറൽ മാർക്കേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, അതൊരു സാംസ്കാരിക അടയാളങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. റേസിനെ കാണുമ്പോൾ അതിനെ ബയോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടുമാണ് മനസ്സിലാക്കുക. എന്നാൽ എൻഡിനിഫിറ്റിയെ കാണുമ്പോൾ സാംസ്കാരിക ഫാക്ടേഴ്സ്, അതായത് കൾച്ചറൽ കൾച്ചറൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് സാംസ്കാരിക അടയാളങ്ങളായിട്ടാണ് എൻഡിനിഫിറ്റിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ റേസ് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഫീച്ചേഴ്സ് വേർ ദ എൻഡിനിഫിറ്റി ഈസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ട്രേറ്റ്സ്. റേസ് ബേസ് ചെയ്യുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സും എൻഡിനിഫിറ്റി ബേസ് ചെയ്യുന്നത് കൾച്ചറൽ ട്രേറ്റ്സുമാണ്. റേസ് ബേസ് ചെയ്യുക ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ എൻഡിനിഫിറ്റി ബേസ് ചെയ്യുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ കൾച്ചറൽ ട്രേറ്റ്സ് ആണ്, അതായത് സാംസ്കാരിക ലക്ഷണങ്ങളാണ്. എൻഡിനിഫിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ദ ഷെയർഡ് കൾച്ചർ. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? എൻഡിനിഫിറ്റി എന്താണ് അവിടെ ഷെയർ ചെയ്യുന്നത്? ഷെയർഡ് കൾച്ചർ, ഹിസ്റ്ററി, ആൻസെറ്ററി. അതേപോലെ തന്നെ എൻഡിനിഫിറ്റി അവിടെ എന്തൊക്കെ ഷെയർ ചെയ്യുന്നു? സംസ്കാരം, ചരിത്രം, അതേപോലെ തന്നെ ആൻസെറ്ററി എന്ന് പറഞ്ഞാൽ പൂർവികത എന്നിവ ഷെയർ ചെയ്യുന്നു. റേസ് ഓൺ അതർ ദാൻ ക്യാൻ ബി ഡിഫൈൻ ദ ഷെയർഡ് ഫിസിക്കൽ ട്രേറ്റ്സ്. റേസ് എന്താണ് അവിടെ ഷെയർ ചെയ്യുന്നത്? ഫിസിക്കൽ ട്രേറ്റ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവയുടെ മാറ്റം? റേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ഫീച്ചേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. എന്നാൽ എൻഡിനിഫിറ്റി കൾച്ചറൽ മാർക്കേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഇനി റേസ് ബേസ് ചെയ്യുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സാണ്, എന്നാൽ എൻഡിനിഫിറ്റി ബേസ് ചെയ്യുന്നത് കൾച്ചറൽ ട്രേറ്റ് ആണ്. പിന്നെ എൻഡിനിഫിറ്റി ഡിഫൈൻ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കൾച്ചറും ഹിസ്റ്ററിയും ആൻസെറ്ററിയാണ്. എന്നാൽ റേസ് ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ട്രേറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഓരോന്നെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല, അത് ബുക്കിൽ നിന്നും പറഞ്ഞു തരിക ചെയ്തിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താവുന്നതാണ്. ഓക്കെ.